Hello my dear students, welcome to Learner's World. In this video I talk about a short story, Love Across the Salt Desert, written by Kagan Daruwala, Part 2. The Rann of Kutch is a vast, lonely desert. It is almost impossible to cross it, but some people do cross it for special reasons. Najab Hussain also crossed it. Why? ദ റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഒരു ലോൺലി ആയിട്ടുള്ള പരന്ന് കിടക്കുന്ന ഒരു ഡിസേർട്ടാണ്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ചില ആളുകളൊക്കെ ഇത് ക്രോസ് ചെയ്യാറുണ്ട്, അവരുടെ ഒരു സ്പെഷ്യൽ റീസണൊക്കെ വേണ്ടിയിട്ടൊക്കെ അവർ ക്രോസ് ചെയ്യാറുണ്ട്. നമ്മളുടെ പ്രൊട്ടഗണിസ്റ്റ് നജാബ് ഹുസൈന് ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും നജാബ് ഹുസൈൻ ഇത് ക്രോസ് ചെയ്തിട്ടുണ്ടാവുക? The drought in Kutch had lasted for 3 successive years. Sometimes clouds could be seen, but no rain. The monsoon did not come. The Rann looked like a paralyzed giant whose back was covered with scab and scar, tissue and dried up skin. അപ്പം ഈ ഒരു റാൻ ഓഫ് കച്ചിൽ 3 years ആയിട്ട് ഡ്രൗട്ട്, അതായത് ഈ വരൾച്ച നീണ്ടു നിൽക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ആകാശത്തിൽ ക്ലൗഡ്സ്, മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതായിട്ട് കാണാം, പക്ഷേ മഴയൊന്നും പെയ്യാറില്ല എന്നാണ് പറയുന്നത്. ദ റാൻ ലുക്ക് ലൈക്ക് എ പാരലൈസ്ഡ് ജയൻറ്റ്. അതായത് ഈ ഒരു റാൻ ഓഫ് കച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വരൾച്ച കാരണം അതൊരു പാരലൈസ്ഡ് ജയൻ്റ്, അതായത് ഒരു മൂവ് ചെയ്യാത്ത, അനങ്ങാത്ത ഒരു രാക്ഷസനെ പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നാണ് പറയുന്നത്. ഹൂസ് ബാക്ക് വാസ് കവേർഡ് വിത്ത് സ്കാബ് ആൻഡ് സ്കാർ. അതായത് അതിന് പൊറ്റ പിടിച്ച് കിടക്കുന്ന ഒരു ദേഹം പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ സ്കാർ, അതായത് വൂണ്ടൊക്കെ വന്നിട്ട്, അതായത് മുറിവ് ഉണങ്ങിയിട്ട് ആ പാടൊക്കെ കാണാൻ കഴിയും. അതുപോലെ ടിഷ്യൂസ് ആൻഡ് ഡ്രൈഡ് അപ്പ് സ്കിൻ, വളരെ ഉണങ്ങിയിട്ടുള്ള ഡ്രൈഡായിട്ടുള്ള സ്കിന്നായിട്ടാണ് നമുക്ക് ഈ ഒരു റാൻ ഓഫ് കച്ചിനെ കാണാൻ കഴിയുന്നത്. അതായത് ഇതൊക്കെ വരൾച്ച മൂലം സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. ദ എർത്ത് ഹാഡ് ക്രാക്ക്ഡ് ആസ് ഇഫ് ഇറ്റ് ഹാഡ് ബീൻ ബേക്ക്ഡ് ഹിയർ ആൻഡ് ദർ. ഭൂമി വരണ്ട് പോയിട്ടുണ്ട്, അതായത് വിണ്ട് കീറിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഭൂമി വിണ്ട് കീറിയിട്ടുണ്ട്. ദ ക്യാറ്റിൽ ബിക്കെയിം തിൻ ആൻഡ് വീക്ക്. അവിടെ ഉണ്ടായിട്ടുള്ള ക്യാറ്റിൽസൊക്കെ വളരെ വീക്കായിട്ടുണ്ട്, തിന്നായിട്ടുണ്ട്, ക്ഷയിച്ചു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സം ഓഫ് ദെം ഡൈഡ്. ചില ക്യാറ്റിൽസൊക്കെ ഡൈഡായിട്ടുണ്ട്. ഓൺലി ദ ക്യാമൽസ് വെർ നോട്ട് സോ മച്ച് അഫക്റ്റഡ്. ക്യാമൽസിനെ ഇത് വല്ലാതെ ഒന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല, അതായത് ക്യാമൽസിന് അത്ര പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, അവരവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. ദ വൺ ഡേ ദ ക്ലൗഡ്സ് റോൾഡ് ലൈക്ക് വൈൻ സ്കിൻസ്. ഒരു ദിവസം ആകാശത്തിൽ ക്ലൗഡ്സൊക്കെ വൈൻ സ്കിൻസ്, അതായത് ഈ വൈൻ നിറച്ചിട്ടുള്ള സഞ്ചി പോലെ, വൈൻ സഞ്ചി പോലെ ഇങ്ങനെ വീർത്ത് വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ലൈറ്റനിങ് ക്രാക്കിൾഡ് ആൻഡ് വൈൻ സ്കിൻസ് ബേസ്റ്റ്. ആ സമയത്താണ് ലൈറ്റനിങ്, അതായത് ആകാശത്ത് ഇടിമിന്നലൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ ഒരു വൈൻ സ്കിൻ ബേസ്റ്റ് ആയിട്ട്, അതായത് ഈ ഒരു വൈൻ സഞ്ചികൾ താഴേക്ക് ഒഴുകാൻ തുടങ്ങി, അത് പൊട്ടിയിട്ട് താഴേക്ക് ഒഴുകാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. 2 years have passed since the drought ended. 2 years ആയി ഈ ഒരു ഡ്രൗട്ട് എൻഡ് ചെയ്തിട്ട്, വരൾച്ച എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 2 years ആയി. ബട്ട് ഈവൻ നൗ എവരിബഡി റിമെമ്പേഴ്സ് ദാറ്റ് ഇറ്റ് ഫസ്റ്റ് റെയിൻഡ് ഓൺ ദ ഡേ വെൻ ഫാത്തിമ എൻറ്റേർഡ് ദ വില്ലേജ്. പക്ഷേ ഇപ്പോഴും അവിടെ വില്ലേജേഴ്സ് ഇപ്പോഴും വിശ്വസിക്കുന്നത്, അതായത് ഫാത്തിമ, നജാബിൻ്റെ ലവർ ഫാത്തിമ അവിടെ എൻറ്റർ ചെയ്തതോട് കൂടിയിട്ടാണ് ഇങ്ങനെ മഴ പെയ്യാനൊക്കെ തുടങ്ങിയത്, ഈ ഒരു ഡ്രൗട്ട് എൻഡ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോഴും അവിടുത്തെ വില്ലേജേഴ്സ് റിമെമ്പർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഹൗ ഷീ കം. എങ്ങനെയാണ് ഫാത്തിമ അവിടേക്ക് എത്തിയിട്ടുള്ളത്? ഹൗ വുഡ് ഡു എവറിത്തിങ് ഫോർ ഹീ വുഡ് ഡു എവറിത്തിങ് ഫോർ ഹെർ. അപ്പം നജാബ് ഫാത്തിമയ്ക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നാണ് പറയുന്നത്. ഷി വാസ് ദ ഡോട്ടർ ഓഫ് എ സ്പൈസ് സെല്ലർ. അപ്പോൾ ഫാത്തിമ ഒരു സ്പൈസ് സെല്ലറുടെ, അതായത് ഈ ഒരു സുഗന്ധദ്രവ്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ്റെ മകളായിരുന്നു ഫാത്തിമ. ഷീ സ്മെൽറ്റ് ഓഫ് ക്ലോവ്സ് ആൻഡ് സിന്നമൺ. അവൾ ഒരു ക്ലോവ്സ് മീൻസ് ഈ കരയാമ്പൂവിൻ്റെയും അതുപോലെ സിന്നമൺ, കറുവപ്പട്ടയുടെയൊക്കെ ഒരു സ്മെല്ലായിരുന്നു അവളെ. ഹെർ ലോഫർ വാസ് ലൈക്ക് ദ ടിമ്പർ ഓഫ് ദ ആംഗിൾ ബെൽസ്. അവളുടെ ചിരി എന്ന് പറയുന്നത് ചിലങ്കയുടെ ശബ്ദം പോലെയായിരുന്നു എന്നാണ് പറയുന്നത്. ഹെർ
eyebrows were like black wisp of the night. Her hair was night itself. അപ്പോൾ അവളുടെ ഐബ്രോസ് വളരെ ഡാർക്കായിരുന്നു, അതുപോലെ അവളുടെ ഹെയറും ഡാർക്കായിരുന്നു. ഫോർ ഹെർ ഹി വുഡ് ക്രോസ് ദ സാൾ ഡിസേർട്ട്. അവൾക്ക് വേണ്ടിയിട്ട് അവന് ഏത് മരുഭൂമി വേണമെങ്കിലും ക്രോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ സ്റ്റേഡ് ഡ്യൂറിങ് ദ ഡേ അറ്റ് കാല ദുങ്കർ എ ബ്ലാക്ക് ഹിൽ ദ ഹയസ്റ്റ് ഇൻ കച്ച്. അപ്പം നമ്മളുടെ നജാബ് അതായത് മോർണിംഗിൽ എന്ത് ചെയ്യും, കാലാദുങ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് ഹിൽ ഉണ്ടായിരുന്നു കച്ചിൽ. അവിടെയാണ് അവന് തങ്ങിയിരുന്നത്. അത് ഹയ്യസ്റ്റ് ഹില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ലെഫ്റ്റ് ഈസ് ക്യാമൽ അല്ലാർക്ക ഫ്രീ ടു ഈറ്റ് വാട്ട് ഇറ്റ് കുഡ് ഫൈൻഡ്. അപ്പോൾ അല്ലാർക്ക എന്നുള്ളത് നജാബിൻ്റെ ക്യാമലിൻ്റെ പേരാണ്. അപ്പോൾ ആ ക്യാമലിന് ഇഷ്ടമുള്ള മാതിരി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവനങ്ങനെ ഫ്രീ ആക്കി വിട്ടു. അറ്റ് ഡസ്ക് ഹി വെൻറ്റ് ടു ദ ഷ്രൈൻ ഓഫ് പാഞ്ചുമൈ പിർ ഓൺ ദ ഹിൽ ടോപ്പ്. അങ്ങനെ വൈകുന്നേരം അവന് പാഞ്ചുമൈ പിർ എന്ന് പറയുന്നത് ഒരു സൂഫി സെയിൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്ലേസിലേക്ക് പോയി. ഹി ലെഫ്റ്റ് സം ഫുഡ് ദർ ആൻഡ് ബീറ്റ് ഓൺ ഹിസ് പ്ലേറ്റ് ആസ് വാസ് ദ കസ്റ്റം. എന്നിട്ട് അവന് കുറച്ച് ഭക്ഷണം അവിടെ ബാക്കി വെച്ചു. അതെന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് അവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലിങ്ങനെ തട്ടാൻ തുടങ്ങി. ഇതവിടുത്തെ ഒരു ആചാരമാണ്. അതായത് അവിടെ വരുന്ന ആരും കുറച്ച് ഭക്ഷണം ബാക്കി വെച്ചിട്ട് ആ പ്ലേറ്റിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണം. അപ്പോൾ എന്ത് ചെയ്യും, സൂൺ ജാക്കിൾസ് കെയിം ആൻഡ് ഏറ്റ് ഇറ്റ്. അപ്പോൾ കുറച്ച് കുറുക്കന്മാർ വന്നിട്ട് ആ ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത്. ഇത് അവിടെയുള്ള ഒരു ആചാരമാണ്. ദിസ് വാസ് എ ഗുഡ് ഒമൻ. അതായത് ആ കുറുക്കന്മാർ വന്നിട്ട് ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ശകുനാണെന്നാണ് പറയുന്നത്. ഇഫ് ദേ ഹാഡ് നോട്ട് കം ഹി വുഡ് ഹാവ് ക്യാൻസൽഡ് ദ ജേണി. അതായത് ആ കുറുക്കന്മാർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന് ആ ജേണി മാറ്റി വെക്കേണ്ടി വരുമായിരുന്നു എന്നാണ് പറയുന്നത്. എ ലാമ്പ് വാസ് ലൈറ്റഡ് ഇൻ ഓണർ ഓഫ് പാഞ്ചുമൈ പിർ എവറി നൈറ്റ്. എവറി നൈറ്റിൽ ആ ഒരു പാഞ്ചുമൈ പിറിൽ ലൈറ്റ് കത്തിച്ച് വെക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദ സ്റ്റോറീസ് ദാറ്റ് സം 100 years ago പാഞ്ചുമൈ പിർ കെയിം ടു ദ പ്ലേസ് അക്കമ്പനീഡ് ബൈ എ ജാക്കൽ ടു സെർവ് ദ പീപ്പിൾ ദർ. അപ്പോൾ ഇതിന് പിറകിലൊരു സ്റ്റോറി ഉണ്ട്. അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് പാഞ്ചുമൈ പിർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂഫി സെയിൻറ്റ് കുറച്ച് ജാക്കൽസ്, അതായത് കൂർക്കന്മാരൊക്കെ ആയിട്ട് ആ ഒരു പ്ലേസിലേക്ക് വരുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പീപ്പിൾസിനെ സെർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സ്ലെപ്റ്റ് ഇൻ തോൺ ജംഗിൾസ്. അപ്പോൾ അദ്ദേഹം ഉറങ്ങിയിരുന്നത് മുൾച്ചെടികൾക്കിടയിലാണ് ഉറങ്ങിയിരുന്നത്. ഈ സോളി കമ്പനി വാസ് ജാക്കൽസ്. അദ്ദേഹം കുറുക്കന്മാരുമായിട്ട് മാത്രമേ കമ്പനി ഉണ്ടായിരുന്നുള്ളൂ. നോ ബഡി ഡയർ ടു ഡിസ്റ്റർബ് ഹിം. അതായത് അവനെ ആരും ഡിസ്റ്റർബ് ചെയ്യാൻ ധൈര്യപ്പെട്ടിരുന്നില്ല എന്നാണ് പറയുന്നത്. ദിസ് വാസ് ദ സ്റ്റോറി ബിഹൈൻഡ് ഫീഡിങ് ദ ജാക്കൽസ്. അപ്പോൾ ഈ കുറുക്കന്മാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ ഒരു ആചാരത്തിൻ്റെ പിറകിലുള്ള സ്റ്റോറി ഇതായിരുന്നു എന്നാണ് പറയുന്നത്. നജാബ് ബൗഡ് ബിഫോർ ദ ഫ്ലെയിം ആൻഡ് സെറ്റ് ഔട്ട്. അങ്ങനെ നജാബ് ആ ഒരു വിളക്കിന് മുന്നിൽ വണങ്ങിയിട്ട് അവൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. സ്ലോലി ഹി ലെഫ്റ്റ് ബിഹൈൻഡ് ആൾ ഹ്യൂമൻ ഹാബിറ്റേഷൻ, ഖുറൻ ബീങ് ദ ലാസ്റ്റ് വില്ലേജ്. അങ്ങനെ അവന് ജേണി തുടങ്ങിയപ്പോൾ ഹ്യൂമൻ ഹാബിറ്റേഷൻ, അതായത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുറൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വില്ലേജ് ആയിരുന്നു അവൻ്റെ ലാസ്റ്റ് മനുഷ്യവാസമുള്ള ഒരു വില്ലേജ് എന്നാണ് പറയുന്നത്. ഫോർ ദ നെക്സ്റ്റ് 3 days ഹി വുഡ് നോട്ട് സീ എനി വൺ റൂം മഡ് ഹൗസസ്. അങ്ങനെ 3 days അവനിക്ക് ഒരു മഡ് ഹൗസസ്, അതായത് ജനവാസമുള്ള ഒരു വീടും മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു വീടും കാണാൻ കഴിഞ്ഞില്ല. നോ ഓൺലി ദ സാൻഡ് എസ്കേപ്പ് സ്ട്രെച്ച്ഡ് ഔട്ട് ബിഫോർ ഹിം മൈൽ അപ്പോൺ മൈൽ. അങ്ങനെ അവൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ പരന്ന് കിടക്കുന്ന മണലാരണ്യം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ കെപ്റ്റ് സെയിങ് ദ നെയിം ഓഫ് ദ പിർ. അവൻ്റെ ചുണ്ടുകളിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പാഞ്ചമൈ പിറിൻ്റെ നെയിം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടാണ് അവൻ നടന്നു പോകുന്നത്. നജാബ് വാസ് നോട്ട് എ കറേജസ് ബോയ്. നജാബ് അത്ര ധൈര്യമുള്ള ഒരാളൊന്നായിരുന്നില്ല. ഈ യൂസ് ടു ബ്ലഷ് ഈവൻ ടു ഹിയർ ദ നെയിം ഓഫ് എ ഗേൾ. അതായത് ഒരു പെൺകുട്ടിയുടെ പേര് കേട്ടാൽ പോലും ഷൈ ആവുന്ന ഒരു കുട്ടിയായിരുന്നു നജാബ്. ഹി വാസ് നെവർ അസോസിയേറ്റഡ് വിത്ത് എനി ആക്ട് ഓഫ് ബ്രവാഡോ. അതായത് ഒരു സാഹസിക പ്രവൃത്തിയിലും ഏർപ്പെടാത്ത ഒരാളായിരുന്നു നജാബ്. ഹിസ് ഫാദർ അഫ്തബ് വാസ് സോറി ഫോർ ഹിം. അവൻ്റെ ഫാദർ അഫ്തബിന് ഈ കാര്യത്തിൽ ഭയങ്കര വിഷമമായിരുന്നു. കാരണം അവൻ ഒറ്റയ്ക്കാണല്ലോ ഈ ഡിസേർട്ടിലേക്ക് പോകുന്നത്, ഡിസേർട്ട് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഷൈ ആയിട്ടുള്ള കറേജസ് അല്ലാത്ത
അവനെ ഒറ്റയ്ക്ക് വിടുന്നതിൽ അവൻ്റെ ഫാദറിന് വിഷമമുണ്ടായിരുന്നു. ഈ തോട്ട് ഹിസ് സൺ വാസ് ടു ഷൈ ഈവൻ ടു ചാർജ് മണി ഫോർ വാട്ട് ഹി സെൽസ്. അപ്പം നജാബിൻ്റെ ഫാദർ ഓർക്കാണ് അവൻ്റെ മകനെ അതായത് സാധനങ്ങൾ സെയിൽ ചെയ്തിട്ട് അതിൻ്റെ ക്യാഷ് വാങ്ങാൻ പോലും മടിയായിരുന്നു എന്നാണ് പറയുന്നത്. നജാബ് ഹാഡ് ക്രോസ് ദ റാൻ 4 times ബിഫോർ ഓൾദോ ഹി ടേൺ 20 ഓൺലി എ മന്ത് എഗോ. അപ്പോൾ നജാബ് 4 പ്രാവശ്യം ഈ റാൻ ഓഫ് കച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. But each time he had somebody with him, either his father or Zaman, an old smuggler. ഓരോ സമയം പാസ് ചെയ്യുമ്പോഴും അവൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും. മേ ബി അവൻ്റെ ഫാദറോ അല്ലെങ്കിൽ സമ്മാന്, അതായത് ഒരു ഓൾഡ് സ്മഗ്ലറോ ഒക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഈച്ച് ടൈം ദേ ടുക്ക് 10 to leaf for covering the tobacco in the BD, worth 500 and sold it across the border for 1200. അതായത് ഓരോ സമയം പോകുമ്പോഴും 10 to leaf, അതായത് ഈ ഒരു ബീഡിയില എന്നാണ് 10 to leaf എന്നുള്ളതിന് അവർ അത് കൊണ്ടുപോകുമായിരുന്നു. അതിന് 500 rupees കൊടുത്തിട്ടാണ് അത് കൊണ്ടുപോകാറുണ്ടായിരുന്നത്. പിന്നീട് അത് അവർ ബോർഡറിൽ അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് അത് 1200 വിൽക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ പ്രോഫിറ്റ് ഹാഡ് ടു ബി സെൻറ്റ് ഫോർ ബ്രൈബിംഗ് ദ ഒഫീഷ്യൽസ്, കമ്മീഷൻ ഫോർ agents, payment to the men who took out the camel for grazing, and also to the friend or relative with whom they stayed. അപ്പോൾ അവർ ഈ ഒരു 10 to leaf അതിർത്തിയിൽ കൊണ്ടുപോയിട്ട് 1200 വിൽക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് അവർക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. അതായത് ഓഫീഷ്യൽസിന് കൈക്കൂലി കൊടുക്കാനും, അതുപോലെ ഏജൻസിന് കമ്മീഷൻ കൊടുക്കാനും, അതുപോലെ ക്യാമലിന് നോക്കുന്ന ആൾക്ക് കൊടുക്കാനും, അതുപോലെ അവൻ താമസിക്കുന്ന ഫ്രണ്ടിൻ്റെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു. വിത്ത് വാട്ട് എവർ മണി ലെഫ്റ്റ് ദേ വുഡ് ബൈ യൂസ് ടു ടെർലൈൻ ഗാർമെൻറ്റ്സ് ഓർ ക്ലോത്ത്സ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി ക്യാഷ് എടുത്തിട്ട് അവന് ടെർലൈൻ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പോളിസ്റ്റർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ അത് വാങ്ങിക്കും, അല്ലെങ്കിൽ ക്ലോത്ത്സ് വാങ്ങിക്കും, അതായത് കരയാമ്പൂക്കെ വാങ്ങിക്കും എന്നാണ് പറയുന്നത്. Then they would return home. It was during one of these trips they stayed with Kalisha, the clover seller. അങ്ങനെ ഒരിക്കൽ അവർ കാലിഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോവർ സെല്ലറെ അവർ മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു ട്രിപ്പ്, അതായത് ഒരു പ്രാവശ്യം അവർ ഈ ഡിസേർട്ട് ക്രോസ് ചെയ്തപ്പോൾ. നജാബ്സ് ഫാദർ ഹാഡ് ടോൾഡ് ഹിം ദാറ്റ് കാലിഷ വാസ് എ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഓഫ് നജാബ്സ് മദർ. അപ്പോൾ നജാബിൻ്റെ ഫാദർ ഒരിക്കൽ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ കാലിഷ എന്ന് പറയുന്നത് നജാബിൻ്റെ മദറിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാലിഷ വാസ് ടോൾ ആൻഡ് വെൽ ഫ്ലഷ്ഡ്. കാലിഷ ഒരു ഭയങ്കര ഹൈറ്റൊക്കെ ഉള്ള ഒരാളായിരുന്നു, അതുപോലെ നല്ല തടിച്ചു കൊഴുത്തിട്ടുള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ഹാഡ് എ തിക്ക് ചോൾ ചബി ഫേസ് വിത്ത് പർപ്പിൾ ടീഞ്ച്. അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ഭയങ്കര തുടുത്തിട്ടാണ്. ഈ ഓൾവേസ് ഫോർ എ ടാഹ്മെറ്റ് ലുങ്കി ഓഫ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്സ്. അപ്പോൾ അദ്ദേഹം ഒരു ലുങ്കിയാണ് എപ്പോഴും ധരിക്കാറുണ്ടായിരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്സ് ഒക്കെ ഉള്ളൊരു ലുങ്കി. നജാബ് ഡിസ്കവേർഡ് ഇൻ എ ഡേ ഹി വാസ് എ റോഗ്. അപ്പോൾ നജാബിന് മനസ്സിലായി കാലിഷ ഒരു തമ്മാടിയാണെന്ന്. ഹി മെയ്ഡ് സച്ച് ടെറിബിൾ ബാർഗൻസ് ദാറ്റ് നജാബ്സ് ഫാദർ സെഡ് ഒബ്സെനിറ്റീസ് അബൌട്ട് ഹിം ഇൻ ഹിസ് ഹിയറിംഗ്. അപ്പോൾ ഒരിക്കൽ ഈ കാലിഷ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്പൈസസ് ഒക്കെ വിൽക്കുന്ന സമയത്ത് ബാർഗെയിൻ ചെയ്യും. അപ്പോൾ നജാബിൻ്റെ ഫാദർ ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് തെറി വിളിക്കുന്നൊക്കെ ഉണ്ട്. നജാബിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് തെറി വിളിക്കുന്നത്. ബട്ട് കാലിഷസ് ഡോട്ടർ വാസ് എ ഹൂർ, എ ബ്യൂട്ടിഫുൾ ഏഞ്ചൽ. പക്ഷേ കാലിഷയുടെ മകൾ ഒരു ബ്യൂട്ടിഫുൾ ഏഞ്ചലായിരുന്നു. അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു, അവളൊരു മാലാഖയായിരുന്നു എന്നാണ് പറയുന്നത്. ഷീ ഹാഡ് സച്ച് ബ്രൈറ്റ് ഐസ് ദാറ്റ് ദേ വുഡ് ഈവൻ ലൈറ്റ് അപ്പ് ദ ഡാർക്ക്നെസ് ഓഫ് ദ അണ്ടർവേൾഡ്. അവളുടെ കണ്ണുകൾ ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു, അതായത് ഡാർക്കായിട്ടുള്ള വേൾഡിനെ ലൈറ്റപ്പ് ചെയ്യാൻ ഉതകുന്ന കണ്ണുകളായിരുന്നു നമ്മളുടെ കാലിഷയുടെ മകൾക്ക് ഉണ്ടായിരുന്നത്. ഷീ ലൈക്ക് നജാബ് ഹു സ്മൈൽഡ് സോ നൈസ്ലി. അപ്പോൾ അവൾക്ക് നജാബിനെ ഭയങ്കര ഇഷ്ടമായി, അവൻ്റെ ആ ഒരു ചിരിയൊക്കെ അവൾക്ക് ഇഷ്ടമായി. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് എ വേർഡ് ഔട്ട് ഓഫ് ഹിം. പക്ഷേ അവനിൽ നിന്ന് അവൾക്കൊരു വാക്ക് പോലും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഫാത്തിമ ഹാഡ് ബീൻ അണ്ടർ പ്രഷർ ടു ബി എൻഗേജ് ടു സമ്മൺ ഇൻ ദ വില്ലേജ് ഹു ഹാഡ് എ സ്ലേർഡ് സ്പീച്ച്, സ്ലോ സ്പീച്ച് ആൻഡ് സ്നാമർ. അതായത് ഫാത്തിമയെ അവളുടെ വില്ലേജിൽ ഒരാളുമായിട്ട് എൻഗേജ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു സ്ലോ സ്പീച്ച്, അതായത് ഒരു വിക്കനുമായിട്ടാണ് മാരേജ് ഫിക്സ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഷീ തോട്ട് ഷീ വാസ് ഡിസൈൻ ടു മീറ്റ് ഓൺലി മ്യൂട്ട്സ്. അപ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് ഇത് എൻ്റെ വിധിയാണ്, അതായത് ഒരു മൂകനുമായിട്ട് കഴിയുക എന്നുള്ളത് എൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അവൾ അതിൽ സങ്കടപ്പെടുന്നുണ്ട്. ബട്ട് ഷീ സോ ഹിം സ്റ്റെയറിങ് അറ്റ് ഹെർ ആൻഡ് ഷീ ലോഫ് ബാക്ക്. അങ്ങനെയാണ് നമ്മളെ
നജാബിനെ അവൾ കാണുന്നത്. അപ്പോൾ അവൾ ചിരിക്കുന്നുണ്ട്. ഇൻ ദ ഈവനിങ് വെൻ ഫാത്തിമ സ്മൈൽ അറ്റ് ഹിം അഗെയിൻ ഹി ഫ്ലങ് ഹിസ് ആംസ് അറൗണ്ട് ഹെർ ഇൻ എ റെക്ലെസ് മൊമെൻറ്റ്. അങ്ങനെ ഈവനിങ്ങിൽ നജാബിനോട് അവൾ ചിരിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ ആ ഒരു നെക്കിൽ പിടിച്ചിട്ട് അവളൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ഹി സെഡ് ഹി വുഡ് കം അഗെയിൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. ഹി വുഡ് കം അലോൺ സോ ദാറ്റ് ഹി വിൽ ഫീൽ മോർ ഫ്രീ വിതൗട്ട് ഹിസ് ഫാദർ. അവൻ ഇനി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്കായിരിക്കും വരുന്നത്, ഫാദർ ഇല്ലാതെ വരാം, എന്നാലേ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് അവളോട് പറയുന്നുണ്ട്. ആസ് ഹി ലെഫ്റ്റ് ഹി ടേൺ ആൻഡ് സോ ഷി വാസ് ലുക്കിംഗ് അറ്റ് ഹിം. ഇങ്ങനെ അവന് പോയി ആ സമയത്ത് അവന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായിട്ട് അവനക്ക് മനസ്സിലായി. ഹെർ ഐസ് വെർ ലൈക്ക് എ പെയർ ഓഫ് സ്റ്റോം ലാൻറ്റേൺ ഇൻ ദ ഡാർക്ക്. അപ്പോൾ അവളുടെ കണ്ണുകൾ എന്ന് പറയുന്നത്, അതായത് ഒരു കൊടുങ്കാറ്റിൽ ഒരു രണ്ട് റാന്തൽ, അതായത് ഇരുട്ടിൽ രണ്ട് റാന്തൽ ഇങ്ങനെ തെളിച്ചു വെച്ചതുപോലെയാണ് അവളുടെ കണ്ണുകൾ എന്നാണ് പറയുന്നത്. ഈവൻ സിൻസ് ഹിസ് റിട്ടേൺ ഹി ഹാഡ് ബീൻ ട്രൈങ് ടു ഗെറ്റ് അവേ ഹി കുഡ് ക്രോസ് ദ റാൻ ഇൻ എ ഡേ ലൈറ്റ്. അതായത് അവന് തിരിച്ചു വന്നപ്പോൾ, വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അവന് വീണ്ടും ഫാത്തിമയെ കാണാൻ തിരിച്ചു പോകണമെന്ന് അവനക്ക് തോന്നി. ഈ കുഡ് ക്രോസ് ദ റാൻ ഇൻ ഡേ ലൈറ്റ്. അവന് ഡേ ലൈറ്റിൽ, അതായത് അവിടെ സാധാരണ ആരും ഡേ ലൈറ്റിൽ ആ ഒരു ഡിസേർട്ട് ക്രോസ് ചെയ്യാറില്ല. അപ്പോൾ അവന് ഡേ ലൈറ്റിലാണ് ഡിസേർട്ട് ക്രോസ് ചെയ്യുന്നത്. നൺ ഓഫ് ഹിസ് എൽഡേഴ്സ് ആർ ഡെയർ ടു ഡു ഇറ്റ് ബിക്കോസ് ദേ ഓൾവേസ് ക്രോസ്ഡ് ഇറ്റ് ഇൻ ദ സ്റ്റാർ ലൈറ്റ്. അതായത് ആരും ഡേ ലൈറ്റിൽ, പകലാരും ആ ഒരു ഡിസേർട്ട് ക്രോസ് ചെയ്ത ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളുടെ നജാബ് ആ ഒരു പകലാണ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും രാത്രിയിൽ സ്റ്റാർ ലൈറ്റിലാണ് അവർ ഈ ഒരു ഡിസേർട്ട് ക്രോസ് ചെയ്യാറുണ്ടായിരുന്നത്. വൺ ഡേ അഫ്തബ് വാസ് വോക്കൺ അപ്പ് ബൈ എ ഷൗട്ട് ഫ്രം സമാൻ ഹു ആസ്ക്ഡ് ഹിം അബൌട്ട് വെയർ അബൌട്ട് ഓഫ് നജാബ്. ഒരു ദിവസം അഫ്തബ് സമാനിൻ്റെ വിളി കേട്ടിട്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അതായത് അവന് ചോദിക്കുന്നത് എവിടെയാണ് നജാബ് എന്ന് ചോദിച്ചിട്ടാണ് അവന് എഴുന്നേൽക്കുന്നത്. ഓക്കെ, I conclude here. I will discuss remaining part of the story in our upcoming videos. Thank you for watching our video. If you are interested, please subscribe, comment, share, like.